ശീതകാല സമ്മേളനത്തിന് രണ്ടാം ദിവസമായി ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ സാധ്യത. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എക്സൈസ് നിയമ ഭേദഗതി ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ ബൽറാം, ഡൽഹിയിലെ മറ്റേ അന്തരീക്ഷ മലിനീകരണം എങ്ങനെയുണ്ട്? ഞാൻ അവിടെ വന്ന് ഒരു ദിവസം നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളെയൊക്കെ സമ്മതിച്ചു തരണം കേട്ടോ, അവിടെ ജീവനോടെ ഉണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് SKN. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞയാഴ്ച 3 ദിവസത്തോളം ഈ അന്തരീക്ഷ മലിനീകരണത്തിൽ നേരിയ കുറവുണ്ടായ ഘട്ടത്തിൽ ഈ GRAP 3 അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ നീക്കിയിരുന്നു. എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും രൂക്ഷമാണ്. പല കേന്ദ്രങ്ങളിലും 400-ന് മുകളിൽ തന്നെയാണ് ഈ വായുഗുണ നിലവാര നിരക്ക്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ മാസ്കും മറ്റും ഉപയോഗിച്ച് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതേസമയം SKN, ഈ വാർത്തയിലേക്ക് വന്നാൽ ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്നലെ ആരംഭിച്ചു. ഇന്ന് രണ്ടാം ദിവസമാണ്. ഇന്നും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി സഭ പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തു നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ, ഇന്നലെ സഭ ആരംഭിക്കുന്നതിന് മുമ്പായി മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ SIR ഒരു പ്രധാന വിഷയമായി പാർലമെന്റിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ലോക്സഭയിൽ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ SIR ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും അത് നിരാകരിക്കപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം ഉയർത്തുകയായിരുന്നു. 2 തവണ തടസ്സപ്പെട്ട ശേഷം സഭ പിരിയുകയായിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും സമാനമായി തന്നെ ഈ SIR വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. അതിൽ കോൺഗ്രസിനേക്കാൾ ഏറെ വാശിയോടെ ഈ വിഷയം ഇത്തവണ ഉന്നയിക്കുന്നത് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസുമാണ്. ഇന്നലെ ലോക്സഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് അഖിലേഷ് യാദവ് ആയിരുന്നു. തുടർന്നാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടന്നത്. സമാനമായി ഇന്ന് രാജ്യസഭയിലും ഈ പ്രതിഷേധം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പുതിയ അധ്യക്ഷൻ CP രാധാകൃഷ്ണനെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് പ്രധാനമായും അജണ്ടയിൽ നടന്നത്. ഇന്ന് അതേസമയം സാധാരണ കാര്യപരിപാടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ SIR ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കും. നിരവധി പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും SIR ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം എക്സൈസ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.